ഹലോ ഗായ്സ്, എല്ലാവർക്കും ആൽഫിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രീം കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രീം എന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടുണ്ടാകുന്ന ഒരു ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ ഗായ്സ്, നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണും അതിൽ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു 3-4 പ്രാവശ്യം ഒന്ന് അരിച്ചു കൊടുക്കാം. അതിൻ്റെ ആ കട്ടകളെല്ലാം കൂടെ ഒന്ന് മാറി ആ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് വരാനാണ് കേട്ടോ. ഇതാ കണ്ടോ ഞാൻ ഇപ്പോൾ ഗായ്സ്, ഞാൻ എന്താ ഇവിടെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്കിനി അടിച്ചെടുക്കാം. അപ്പം എന്താ അതിലേക്ക് ഞാൻ ഒരു 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി കുറച്ച് വാനില എസൻസ് ഞാൻ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ എന്താ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബീറ്ററാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഞാൻ ഗായ്സ്, ഞാനൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാൻ എന്താ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഗായ്സ്, നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അടിച്ചെടുത്താൽ ഒത്തിരി അടിക്കില്ല. നമ്മളെല്ലാം ഒത്തിരി നമ്മൾ എണ്ണ വെച്ചിട്ട് അടിച്ചാൽ ഇത് അടിച്ചത് അങ്ങ് താന്നു. നമ്മുടെ കേക്ക് പൊങ്ങിയും വരത്തില്ല, ഒരു ടേസ്റ്റും കാണത്തില്ല. ബീറ്റർ കൊണ്ട് അടിക്കുന്നില്ല, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കലക്കി ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. അപ്പം ഗായ്സ്, നമുക്ക് ഇനി നമ്മുടെ മാവ് നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഞാൻ ഇതുകൊണ്ടാണ് ഇളക്കുന്നത്. ഉദ്ദേശിച്ച് നമുക്ക് പതുക്കെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് പറയുന്നത്. വെച്ച് പതുക്കെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ മാവ് മൊത്തത്തിൽ ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ചെയ്താൽ ചിലപ്പോൾ കുറച്ച് കട്ടിയായിപ്പോയി മാവ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിന്നിലേക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ കേക്ക് ടിന്ന് ഇവിടെ എൻ്റെ ബട്ടർ പേപ്പർ ഇല്ല, ഞാൻ ഇവിടെ മൈദ ഒന്ന് തൂക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഗായ്സ്, ഞാൻ കുക്കറിനകത്താണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 35 മിനിറ്റ് ഒക്കെ ഇതിനൊരു വേവ് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടാണ്. ഞാൻ കുത്തി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒന്നും പറ്റി പിടിച്ചില്ല കണ്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ കേക്ക് 2 ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട്. എനിക്ക് 2 ലെയറായിട്ട് മുറിക്കാൻ പറ്റിയുള്ളൂ, കാരണം ചെറിയ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാട്ടോ. എനിക്ക് ലെയറിന് എന്തോ പ്രശ്നം പറ്റി, ചെറിയ കേക്കായിരുന്നു. ഞാൻ എടുത്ത മാവിൻ്റെ ഗായ്സ്, നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഈ ഒരു ലെയറിൽ ഞാൻ ചോക്ലേറ്റിലാണ്. ഈ ഒരു ലെയർ ഇതിനകത്ത് 2 ലെയറേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ചോക്ലേറ്റ്, പിന്നെ ഇതിലും കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗായ്സ്, ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കേണ്ട ലെയറിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഇതിനകത്ത് കുറച്ച് നമ്മുടെ കൊക്കോ പൗഡർ മെൽറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചാണ്, അപ്പം നമുക്ക് 2 ഫ്ലേവർ അതിനകത്തോട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മുടെ ഇതെടുത്ത് ഒന്ന് വെക്കുന്നത്.
2 ലെയറേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലായിരുന്നു കേക്കിന് 2 ലെയറേ ഉള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറത്തോട്ടും കൂടെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മെൽറ്റ് ചെയ്തത് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഗായ്സ് നമ്മുടെ കേക്ക് ഇതോടെ റെഡി ആയിട്ടുണ്ട്. എന്ന് ഞാൻ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് നിങ്ങളെ കണ്ട. അപ്പം ഗായ്സ് നമ്മുടെ കേക്ക് ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുറിക്കാൻ പോകട്ടെ. അത് മുറിക്കുമ്പം തന്നെ അത് അകത്തോട്ട് ഇങ്ങനെ കയറി അങ്ങ് പോകും. ഞാൻ എന്താ ഒരു പീസ് എടുക്കുവാണ് കേട്ടോ ഗായ്സ്. ഞാൻ കഴിച്ചു എന്താ ഒരു രക്ഷയില്ല. മൊത്തം അരിവാൻ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു അടിപൊളി കേക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഇടണം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ കണ്ടിട്ട് ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.